കോട്ടെന്നാൽ അതിനിപ്പോൾ നമ്മൾ കുറ്റം പറയണ്ട. ഉറക്കില്ലാതെ വന്നതാണ്, വൈദ്യരെ കണ്ടതാണ്, വെളിച്ചെണ്ണ ഇട്ടതാണ്, അപ്പം മാലിച്ചിട്ടാണ് ഉറങ്ങിയത്, അപ്പം കണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം എന്താണ്? അവിടെ വിഷയം. അതിപ്പം അതുകൊണ്ട് ശൂന്യല്ലാതെയാവും, ശൂന്യല്ലാതെയാവൂല. പക്ഷെ ശൂന്യല്ല വരുന്ന ഓരെന്നെ തുറന്നാണ് പറഞ്ഞാലോ പിന്നെ നമ്മളിഞ്ഞത് വേറെന്തോ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഈ ലേഖനത്തിൻ്റെ 2ാമത്തെ പാരഗ്രാഫ് പറയുന്നുണ്ട്. ശൂന്യല്ല നിങ്ങൾ മക്ബറിൽ പോയി മഹാന്മാരെ വിളിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സുന്നികൾ, ഖുറാഫികൾ. അവരല്ല ഞങ്ങള്. കേട്ടോളി, വായിച്ച് കേൾപ്പിച്ചുതരാം. വലാമിനിൽ മുബത്തദിയത്തിൽ ബറേൽവിയീന. ബറേൽവികൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ സാഫി അനഫി സുന്നികൾ എന്നൊക്കെ പറയില്ലേ, അതിന് ഉത്തര രീതിയിൽ പ്രയോഗിക്കുന്നു. അവിടെ ഈ തബ്ലീഗ് ജമാഅത്തുകാരും മുജാഹിദിനും ജമാഅത്ത് ഇസ്ലാമിനും നന്നാക്കി എതിർത്ത ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മർഹൂം ഹസൻ മുസ്ലിയാർ, അള്ളവരൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ തരത്തിൽ ബിദ്അത്തുകാരെ ശക്തമായി പ്രതിരോധിച്ച് കിതാബ് എഴുതിയ 4 മദ്ഹബിലും അവഗാഹം നേടിയ കറാമത്തുള്ള പണ്ഡിതനായിരുന്നു ഇമാമെ അഹ്ലു സുന്ന അഹമ്മദ് റസാഖൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി. മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോ സലാം, ശംഅ ബസമേ ഹിദായത്ത് പേ ലാഖോ സലാം, ശിഹരിയാരെ ഇരം താജ്ദാരെ ഹറം നോ ബഹാരെ ശഫത്ത് പേ ലാഖോ സലാം. ഈ മൗലൂദ് ചൊല്ലിയ മഹാനാണ്. അത്തയ്യാത്തിങ്ങനെ ഓതുമ്പം അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റക്കാവും. എന്ത്? മദീനത്ത് നിന്ന് സലാം കേട്ടിട്ട് ബാക്കി അവിടെ നിന്ന് ചൊല്ലുള്ള അത്തയ്യാത്ത്. ആ കറാമത്തുള്ള മഹാനാണ്. ആ മഹാനിലേക്ക് ചേർത്തുകൊണ്ടാണ് അവിടുത്തെ സുന്നികളെ ബറേൽവികൾ എന്ന് പറയും. നമുക്ക് വലിയ താല്പര്യമാണ്. നമ്മളിപ്പോൾ ഇപ്പം സുന്നികൾ പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളത്. അഡ്രസ്സോടുകൂടെ ഇടക്കാലത്ത് സുന്നി എന്ന് പറയുമ്പോൾ തലയിൽ മുണ്ടിരുന്ന കോലത്തിൽ ഇപ്പം സുന്നി ഏതാ എന്ന് വെച്ചാൽ ഞാൻ AP സുന്നിയാണ് പറയും. അഭിമാനമാണ്. കാരണം എല്ലാവരും ഇപ്പം അങ്ങനെ ഉസ്താദിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നുകൂടെ സമയമാണ്. നല്ല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ഇങ്ങനെയുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ബറേൽവികൾ എന്ന് അവരെ പറ്റിയിട്ട് പറയാം. നിങ്ങൾക്ക് അറിയാത്തോട് പറഞ്ഞു തരാം. ആ ബറേൽവികൾ സുന്നികൾ അല്ല, തബ്ലീഗ്കാർ അല്ല, തീരെ എങ്ങനത്തെ സുന്നികളാണ്? കാനു ഫതനുന്നാസ, ജനങ്ങൾ അവർ ഫിത്നയാക്കിയിരുന്നു. ബിൽ ഇശ്റാഖി ഇബാദത്തുൽ അദ്രിഹത്തി വൽ ഖുബൂരി, ഖബറിലേക്ക് പോവുക, മക്ബറി പോകുക, അവിടെ പോയി സിയാറത്ത് ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ചില ഫിത്നകളും ശിർക്കുകളും ചെയ്യുന്ന സുന്നികൾ അല്ല ഈ തബ്ലീഗ്കാർ. നിങ്ങൾ അവ സുന്നികളല്ലാന്ന് തുറന്നെ പറഞ്ഞിരിക്കണം. ഇതൊന്നും ഇപ്പം 4 ദിവസം 12 ദിവസം നടക്കണ തബ്ലീഗുകാർക്ക് അറിയില്ല. ഒരു പരപ്പം ഇങ്ങനെ നടക്കുക. പക്ഷെ ക്രമേണ എത്തിച്ചേരുന്നത് ഈ പടുകുഴിയിലാണ്. എന്താ ഇപ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഇതന്നെ കുഴപ്പം. കൊലപാതകത്തിൽ കത്തി വിറ്റവനും പ്രതിയാവും ഇല്ലേ? സ്വാഭാവികമായിട്ടും ബോഡിയെ ദഹിപ്പിക്കുവാനോ അല്ലെങ്കിൽ കൊന്ന ആളെ കൊല്ലാനോ പെട്രോൾ ഒഴിച്ച് കത്തിച്ചവനും പ്രതിയാവും. ഇത് കൂടും, മൊത്തം പ്രതികളാണ്. ഇനി തീർന്നിട്ടില്ല. എന്താണ് പിന്നെ ഈ ടീം എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തെ പ്രഥമ വഹാബികളായ ഇസ്മായിൽ ഷഹീദ് അടക്കമുള്ള ആളുകളുടെ മദ്ഹബാണ് ഞങ്ങൾ സ്വീകരിച്ചത് എന്ന് ലേഖനത്തിന്റെ ബാക്കിയിലും പറയട്ടെ. അപ്പൊ ഇത് വഹാബി പ്രസ്ഥാനം തന്നെയാണ്. അങ്ങനെയല്ലല്ലോ മുലിയരെ. ഒരു നിക്കരിപ്പിച്ചനോ പാർട്ടിക്കാരല്ലേ, നിക്കരിപ്പിച്ചനോ ആളോ തബ്ലീഗുകാര് കേൾക്കണം. നിങ്ങൾക്ക് ഒരു തുറന്നു പറഞ്ഞ നിസ്കരിപ്പിക്കൽ ഞങ്ങളെ ലക്ഷ്യമേ അല്ല. നിസ്കരിപ്പിക്കൽ ഞങ്ങളെ ലക്ഷ്യമല്ല. ഞങ്ങളെ ലക്ഷ്യം എന്താണ്? ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കലാണ്. അത് വേറെ കിതാബാണ്. എൻ്റെ പേര് ദീനി ദഅവത്ത് എന്നാണ്. ഞാൻ വായിച്ചത് എന്തേതു അദ്ദഅവ എന്ന് പറയുന്ന അറബി മാസികയാണ്. അതിലാണിത് ഇന്ന പാർട്ടിയാണ് ഉണ്ടാക്കിയത് എന്നും പുതിയ പാർട്ടിയാണ് എന്നും സുന്നികൾ അല്ല എന്നും ഞങ്ങളുടെ അസ്ല് വഹാബിസമാണ് എന്ന് തുറന്നു പറഞ്ഞതാണ് ഈ പറഞ്ഞ അറബി ലേഖ. അപ്പം നിങ്ങൾ പറയും അല്ലേ ഓല് നിസ്കരിപ്പിച്ചലാളോ ഓല പണി അല്ല, നിസ്കരിപ്പിക്കൽ ഞങ്ങളെ ഉദ്ദേശമേ അല്ല. അതവിടെ പറഞ്ഞു. ദീനി ദഅവത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകം കണ്ടുവരും തബ്ലീഗുകാരൻ, ഉറുദു. ഇത് മലയാളം ഞാൻ വായിച്ചുതരാം. ഈ ദീനി ദഅവത്തിൽ ഇതിൻ്റെ 234 പേജിൽ ഈ തബ്ലീഗ് ഉണ്ടാക്കിയ ആളെ പേര് ഞാൻ പറഞ്ഞു, ഷാ മുഹമ്മദ് ഇല്യാസ്. അയാൾക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ ആളത് വ്യാപകമാവുക. ആ ശിഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സഹീറുൽ ഹസൻ. പോലെ പേരാണ്. ഓനെ വിളിച്ചിട്ട്, ആ ശിഷ്യനെ വിളിച്ചിട്ട് ഇയാൾ പറഞ്ഞു, സഹീറുൽ ഹസൻ മേരാ മുദ്ദ കോയി പാത്താ നഹി,
കോയി പാത്തൂല എന്നല്ല, മേരെ മുത്ത കോയി പാത്താനഹി. എൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഇത് ഇഷ്ടപ്പെട്ട ശിഷ്യനായതോടെ രഹസ്യം പറഞ്ഞതാണ്. എല്ലാ ശിഷ്യന്മാരോടും എല്ലാം പറയാൻ പറ്റൂല. 10,000 ചില്ലാരം വരുന്ന സക്കാഫികളുണ്ട്. എല്ലാവർക്കും പേപ്പിസ്താദ് ഒരുപോലെ അല്ലല്ലോ. അത് പേപ്പിസ്താന് സക്കാഫിയാണെന്ന് കണ്ട അറിയാത്ത ആൾക്കാർ വരെയല്ലേ. ഇപ്പൊ സൺഡേ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അന്നൊക്കെ ഉസ്താദ് പറഞ്ഞിരുന്നു, കൈ ഒടിക്കുമ്പോൾ സക്കാഫിയാന്ന് പറയണം കേട്ടോ, ഞാനല്ലെങ്കിൽ അറിയില്ല. നേരെ മറിച്ച് പേറുസ്താനെ പോലത്തെ ചുള്ളിക്കുറുസ്താനെ പോലത്തെ ആൾക്കാർ അടുപ്പുണ്ടാവും. ഇപ്പൊ ചെറിയ പിസ്താദ് മരിച്ചു, ഉള്ളത് അർജേറ്റി കൊടുക്കട്ടെ. ചെറിയ പിസ്താനെ മരിച്ച പിസ്താനെ അറിയിച്ചിട്ടില്ല, വലിയ പിസ്താനെ. പിന്നീട് എന്ത് ചെയ്തു അറിഞ്ഞപ്പോൾ ഖബർ സിയാറത്തിന് പോയി. അവിടെ വെച്ചു കരഞ്ഞുകൊണ്ട് ഉസ്താദ് പറഞ്ഞ വാക്ക് നമ്മളൊക്കെ കേട്ടില്ലേ, എൻ്റെ പിൻഗാമിയായി ഞാൻ കണ്ടുവച്ചിരുന്നത് AP മുഹമ്മദ് മുസ്ലിയാരെ ആയിരുന്നു. നിങ്ങൾ അത് ഗുരുശിഷ്യ ബന്ധമാണ്, അടുത്തുള്ള ബന്ധമാണ്. അങ്ങനെ അടുത്ത ശിഷ്യന്മാരോട് ചില രഹസ്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഉസ്താദ് പറയും. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാ സഗീറുൽ ഹസൻ മേരാ മുത്ത കോയി പാത്താനഹി. എൻ്റെ ഹസൻകുട്ടിയെ എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അതായത് ഈ തബ്ലീഗ് ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം ഇത് പറയാട്ടോ. ലോക സമുച്ചത്തേഹേ, നമ്മളെ ചനക്കലും നമ്മളെ ഊന്നിരവും നമ്മളെ പാറക്കടത്തും നമ്മളപ്പുറത്തുള്ള ഇവിടെയൊക്കെ മനസ്സിലാക്കി വെച്ച ചില ആൾക്കാർ മനസ്സിലാക്കി കല്ലുങ്കലൊക്കെ മനസ്സിലാക്കി എന്താണ് തഹ്രീകെ സ്വലാത്ത് ഹേ, ഇതൊരു നിസ്കരിപ്പിച്ച പാർട്ടിയാണ്, ഇതൊരു നിസ്കരിപ്പിക്കുന്ന പാർട്ടിയാണെന്നാണ് ആൾക്കാർ മനസ്സിലാക്കിയത്. മേ കസം സേ കഹ്താഹു, ഞാൻ സത്യം ചെയ്ത് പറയട്ടെ, ഹർഗിസ് തഹ്രീകെ സ്വലാത്ത് നഹി, ഇതൊരു നിസ്കരിപ്പിക്കുന്ന പാർട്ടിയെ അല്ല. ഉണ്ടാക്കിയ ആള് പറയാണ് നിസ്കരിപ്പിക്കാനുള്ള പാർട്ടിയെല്ലാം. പിന്നെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഉണ്ടാക്കിയ ആളുകൾ പറയുന്നു നിസ്കരിപ്പിക്കുന്ന പാർട്ടിയെ അല്ല. പിന്നെ എന്താണിത്? ഓരോന്ന് പറയട്ടെ. റോസ് ഒരു ദിവസം ബഡി ഹസ്രത്ത് സെ ഫർമായ, അതീവ ദുഃഖത്തോടുകൂടെ അദ്ദേഹം പറഞ്ഞു, മിയാ സഹീറുൽ ഹസൻ, എൻ്റെ പ്രിയപ്പെട്ട അത്തൻകുട്ടിയെ, ശിഷ്യനോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അത്തൻകുട്ടിയെ, ഏക് നൈ കൗം പൈദാ കർനി ഹേ, ഏക് നൈ കൗം പൈദാ കർനി ഹേ, ഒരു പുതിയ വിഭാഗം ഇവിടെ ഉണ്ടാകണം, അതാ എൻ്റെ ലക്ഷ്യം. അവിടെ വരട്ടെ. അതാണ് ഇബ്ദുൽ വഹാബ് പറഞ്ഞു, അതാ മൗദൂദിയും പറഞ്ഞു, അതാ മിർസാ ഖാദിയാനിയും പറഞ്ഞു. ഒരു പുതിയ പാർട്ടി ഉണ്ടാവണം, ഒരു പുതിയ ടീം ജനിക്കണം, അതാകുന്നു എൻ്റെ ലക്ഷ്യം എന്ന് തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കിയ നേതാവ് തന്നെ തുറന്നു പറയാണ്. ഇതിപ്പോ ഈ അടുത്ത് നേരത്തെ പറഞ്ഞാൽ അണ്ടോസ്താന്റെ പഴയ ചാക്കം കിട്ട് പരിശോധിച്ചപ്പോൾ അതിനെ പറ്റിയ മലയാളം കിട്ടിയിരിക്കും. ഇത് ഒപ്പിടിച്ചുകൊണ്ടാണ് ഹക്കീക്കത്ത് മാസിക എന്നുള്ള മാസിക. നമുക്ക് റിസാലും സുന്നിവശമൊക്കെ ഉള്ള മാതിരി, മുജാദിങ്ങൾക്ക് അൽ ഇസ്ലാമും ഷബാബൊക്കെ ഉള്ള മാതിരി, ജമാഅത്തിയർക്ക് പ്രബോധനമുള്ള മാതിരി തബ്ലീഗർക്ക് ഒരു മാസിക ഉണ്ട്. അതാണ് ഹക്കീക്കത്ത് മാസിക. ഒരു പ്രത്യേക ജാതിയാണതേ. ഓർക്കെല്ലാം ഉണ്ട്, മാസികയുണ്ട്, സനദുണ്ട്, സ്ഥാപനമുണ്ട്, അമീറുണ്ട്, നേതാവുണ്ട്, പ്രസംഗമുണ്ട്, ടയർ കാറ്റൊഴിച്ചലുണ്ട്, കൂക്കി വിളിച്ചലുണ്ട്, കസേര സ്റ്റേജിൽ വെക്കലുണ്ട്, എല്ലാം ഉണ്ട് അവരെടുത്ത്. താടിയും തൊപ്പി മാത്രമല്ല ഒക്കെ ഒരിടത്തുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ അണ്ടിയോടെ അടുക്കുമ്പോഴേ പുളി തിരിയുള്ളൂ. ഞാൻ അപ്പോൾ നീക്കടെ ഇറങ്ങി അപ്പളാപ്പം എനിക്കൊക്കെ തിരിഞ്ഞ് എല്ലാം തിരിഞ്ഞ് എൻ്റെ സ്റ്റേജിൽ വെക്കൊരു കയറി നിൽക്കണം, കസാല വലിച്ചെറിഞ്ഞിക്കണൊക്കെ എൻ്റെ ക്ലിപ്പുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ തുടങ്ങിയിട്ട് മൈക്ക് മുമ്പ് നിർത്തുണ്ടായതുണ്ട്, രണ്ടോണസ്ഥാൻ്റെ വണ്ടി കാറ്റൊഴിച്ചുണ്ട്, പലതൊന്നും ചെയ്യും വരും. അപ്പം അക്കൂട്ട് തപ്പിയപ്പോൾ കിട്ടിയാണ് ഹക്കീക്കത്ത് മാസിക. ഇവർ മാസികയാണ്. ആ മാസികയിൽ എഴുതി കേട്ടോ, ഒരിക്കൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയം പറയാം. ഒരിക്കൽ അദ്ദേഹം മൗലവി സഹീറുൽ ഹസനോട് ദുഃഖത്തോടെ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിലുള്ളത് എന്തെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അവർ ചിന്തിക്കുന്നു ആ പരിപാടി നിസ്കരിപ്പിക്കലാണ് എന്ന്, എന്നാൽ ഞാൻ സത്യം ചെയ്യുന്നു അത് ശരിയല്ല എന്ന്. മറ്റൊരിക്കൽ അദ്ദേഹത്തോട് തന്നെ മൗലാന പറഞ്ഞു, സഹീറുൽ ഹസൻ, നാം ലക്ഷ്യമാക്കുന്നത് ഒരു നവീകരിക്കപ്പെട്ട ഉമ്മത്തിനെ ഉണ്ടാക്കലാണ്. മലയാളത്തിൽ ഇതൊന്നും ഈ പോണ കെട്ടും മാറാപ്പും കസ്കസും മല്ലിച്ചപ്പും പൊതിനിയായിട്ട് 12 ദിവസം പോണ ആൾക്കാർക്ക് അറിയില്ല. ഒരു കാരണം കാണിച്ചു കൊടുക്കണ അഞ്ചത്തിനെയാണ്, കൊണ്ടേട്ട് കെട്ടിച്ചു കൊടുക്കണ ഏട്ടത്തിനെയാണ്. ഇതുപോൽക്കറിയില്ല. അതിനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണത്. ഈ കോലത്തിൽ പുതിയ ഉമ്മത്തിനുണ്ടാക്കലാണ് ഉദ്ദേശം. ഞങ്ങൾക്ക് ഒരിക്കലും ആ പഴയ സുന്നിസം അല്ല, വഹാബിസമാണ് ഉദ്ദേശം എന്ന് പച്ചയിൽ ബോധ്യപ്പെടുത്തി പറയുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് പറച്ചിലല്ലേ ഉള്ളൂ. അങ്ങനെ ഓൽക്ക് ആ ലക്ഷ്യം ഉണ്ടോ, അതുണ്ട് എന്നുള്ളതിന് ഒന്നല്ല, ഒരുപാട് തെളിവുകളുണ്ട്.
ഉദാഹരണത്തിന് ഞാൻ പറയാം, എൻ്റെ കയ്യിലുള്ള ഈ സാധനം ഇത് ഫത്താവ റഷീദിയ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിക്കണേ, ഇത് നിരത്തി ചരിച്ചുകൊണ്ട് എല്ലാം പാടെ പറയാൻ സമയം ഉണ്ടാവില്ല, പ്രധാനപ്പെട്ട് മാത്രം പറയാം. ഇത് ഫത്താവ റഷീദിയ. ഫത്താവ റഷീദിയ പറഞ്ഞാൽ നിങ്ങൾ റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന ഇവരുടെ നേതാവ് കൊടുത്ത ഫത്വകളാണ്. റഷീദ് അഹമ്മദ് ഗംഗോഹി നേതാവാണ് എന്ന് അവിടെ പറഞ്ഞു. അത് ഈ മൽഫൂലാത്തിൽ തന്നെ ഈ ഉണ്ടാക്കിയ ആൾ പറയുന്നുണ്ട്, ഇയാളിൻ്റെ ഷേഖാണ്, മുർഷിദാണ്, കുത്തുബുൽ ആലം എന്നാണ്. തെബിലിഗാരി വട്ടിട്ട് കാണ്ട് ഇങ്ങനെ ഇരിക്കൂലേ പള്ളിക്ക്, അൽഹംദുലില്ലാ കുറച്ചേരം വായിക്കാൻ. അങ്ങനെ വായിക്കണ കുറേ പുസ്തകം, ഫലായിലെ നമാസ്, ഫലായിലെ സക്കാത്ത്, ഫലായിലെ സ്വലാ, ഇങ്ങനെ അതിലൊന്നാണ് ഈ പുസ്തകം. ഇത് ഫലായിലു തെബിലീഗ് എന്ന അതിൻ്റെ പേര്. ഇത് മലയാളത്തിലാണ്. ഈ മലയാളത്തിൽ കുറേ തടിച്ച പുസ്തകങ്ങളുണ്ടാകും. ഞാൻ വടകര ഇടയിൽ പ്രസംഗിച്ചു കൊടുക്കുമ്പോൾ തെബിലിഗാരൻ വണ്ടി സ്റ്റേജ് മുക്കിട്ട് 35 ദിവസം തന്നു എൻ്റെ അടുത്ത്. ഇതാണ് ഫലായിലെ അമലാണ്. ഇത് വായിച്ചു, ഇതെന്താ തെറ്റ് പറയുകയാണ്. അതിൽ തെറ്റൊന്നുമില്ല, കാരണം അതിൽ വിവാദങ്ങളൊന്നും എഴുതിയിട്ടില്ല. അതിൽ വെറും നിസ്കാരത്തിനും മറ്റു ശ്രേഷ്ഠം മാത്രം. പക്ഷെ അതിന് എനിക്ക് കിട്ടി. അതിൻ്റെ ആമുഖം വായിച്ചു നോക്കുമ്പോൾ ആമുഖത്ത് എന്തുണ്ട്, നേതാക്കന്മാരൊക്കെ റാ 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 എന്ന് ബ്രാക്കറ്റ് കൊടുത്തു. റാ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? റാസ്കൽന അങ്ങനെയല്ല, റവാദും അല്ല, റളിയല്ലാഹു അൻഹു. പക്ഷെ നമുക്കത് പറയാൻ പറ്റൂല. അപ്പൊ ആ റവാന്ന് കൊടുത്ത് ആ നേതാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് റഷീദ് അഹമ്മദ് ഗംഗോഹി. അത് ഈ പുസ്തകത്തിലുണ്ട്. ഇതിൻ്റെ ആമുഖത്തിൽ റഷീദ് അഹമ്മദ് ഗംഗോഹിനെ, അഷ്റഫ് അലി താനവിനെ, ഖലീൽ അഹമ്മദ് അമ്പേട്ടവിനെ ഇവരൊക്കെ റാ റാ റാന്ന് കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ അതതിൻ്റെ അർത്ഥം. അപ്പൊ ആ റളിയല്ലാഹു കൊടുത്ത, ഇപ്പൊ നമ്മൾ മുരീജകന് റളിയല്ലാഹു കൊടുക്കുമ്പോൾ നേതാവായിട്ട് അംഗീകരിച്ചിട്ടാണല്ലോ. ഇതേപോലെയാണ് ഫത്താവ റഷീദിയ, റഷീദ് അഹമ്മദ് ഗംഗോഹിന്റെ ഫത്വ. ഇതിൻ്റെ 111 പേജിൽ നമ്മൾ സുന്നികളും അസുന്നികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ ഒരു വിഷയമാണ് മൊയ്തീൻ ശൈഖ് അടക്കമുള്ള മഹാത്മാരായ ആളുകൾ ഈ ആളുകളോട് സഹായം ചോദിക്കും. പ്രധാന തർക്കം. അപ്പം നമുക്കൊക്കെ ഓർമ്മ വെച്ചതിന് ശേഷം നടന്നൊരു വലിയ വാദപ്രതിവാദമാണ് കൊട്ടപ്പുറം വാദപ്രതിവാദം. അതെന്തിനു വിഷയം? ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണേ എന്നിങ്ങനെ മൺമറഞ്ഞു പോയ മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കാണെന്ന് വഹാബികളും അല്ല എന്ന് സുന്നികളും. അതാണല്ലോ കൊട്ടപ്പുറത്താണ് പൊട്ടിപ്പോയത്. ശിർക്ക് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന്മേൽ മുജാഹിദാണ്ട് പോയതാ. ഇപ്പോഴും മറുപടി അതിന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾക്ക് ലക്ഷ്യം എന്താ? നമ്മളെല്ലാവരും ഒരുപോലെ അല്ല. മഹാന്മാരായൊരു കൂട്ടരുണ്ട്. ആ കൂട്ടർക്ക് മരിച്ചാലും പവറുണ്ട്, അല്ലേ? നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അഞ്ചത്തിലും അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയണത്. ഈ പള്ളി ചെനക്കല പള്ളിയിൽ വെച്ചിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പം മദീനത്തുള്ള മുത്തനബി കേൾക്കും മടക്കും എന്നല്ലേ നമ്മളെ വിശ്വാസം. അങ്ങനത്തെ നമ്മളെ വിശ്വാസം. അമ്പർത്തപ്പാപ്പാൻ്റെ അതിർത്തി തങ്ങൾപ്പാപ്പ എന്ന് വിളിച്ചാൽ ആ തങ്ങൾപ്പാപ്പ നമ്മളെ കാണും, തങ്ങൾപ്പാപ്പ കേൾക്കുന്നാണ് നമ്മളെ വിശ്വാസം. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ അവിടെ മക്ബറിക്കാൻ കിടക്കുന്നിടത്ത് വലത്തെ ഭാഗത്ത് പൊട്ടിയ കബറുണ്ടല്ലോ, അല്ലേ? ഒരു പൊട്ടിയ കബർ മരക്കാർ സാഹിബിൻ്റെ കബറല്ലേ? എന്തേ സംഭവം? ഉമർ ഖാദിയെ സാധാരണഗതിയിൽ സുരക്ഷിതപ്പെടുത്തൽ മരക്കാർ സാഹിബായിരുന്നു. മരക്കാർ സാഹിബ് മരിച്ചു. ഉമർ ഖാദി ഭൂമിക്ക് നികുതി അടച്ചില്ല. അവസാനം ബ്രിട്ടീഷുമാർ വന്നു ചോദിച്ചോ പറഞ്ഞു, അള്ളാന്റെ ഭൂമിക്ക് അനക്ക് നികുതി തരൂരാണ്. അതിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആരെ? ഉമർ ഖാദി. അപ്പം ഇങ്ങനെ ഖബറിന് വടികൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, മരക്കാരെ നിങ്ങളിപ്പോൾ സുഖമായിട്ട് കിടക്കുകയാണല്ലേ, നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാകലുണ്ടല്ലോ, ഇപ്പൊ പോലീസ് എന്നെ കൊണ്ടുപോവുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഖബറാണ് പൊട്ടി. എന്തേ? ഞാൻ വേണമെങ്കിൽ ഇപ്പോഴും വരും, ഞാനിപ്പോഴും വരാൻ തയ്യാറാണ്. ഈ അർത്ഥത്തിലല്ലേ ഖബർ പൊട്ടിയത്. അപ്പം മറുകാതെ എന്തേ പറഞ്ഞു, വേണ്ട നിങ്ങൾ അവിടെ കടന്നോളിയ. എത്ര തേമ്പി ഒട്ടുന്നിട്ടില്ലല്ലോ. അവൻ നമ്മളെ വിശ്വാസം എന്താ? മരിച്ചു പോയാലും അവർക്ക് വിളിച്ചാൽ കേൾക്കും, പവറുണ്ട് എന്നാണ്. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജിന്റെ യാത്ര പോയി. ആ യാത്രയിൽ പോകുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിലാണ് റസൂലുള്ളാഹിക്ക് സ്വീകരണം. മുൻകഴിഞ്ഞ അമ്പിയാക്കളൊക്കെ ഹാജരാകണത് ബൈത്തുൽ മുഖദ്ദസിലാണ്. ഇപ്പം നമ്മൾ പോയി നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു ഔത്യപ്പള്ളിൻ്റെ അത്രത്തിൻ്റെ വീതി ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അത്രയും കൂടി നീളം ഡ്യൂട്ടി കൂടികൾ അത്രയും. പക്ഷെ അവിടെയാണ് ഈ 10,000 അമ്പിയാക്കന്മാർ ഹാജരാക്കിയിട്ടുള്ളത്. ആ സ്ഥലത്ത് നിന്ന് ഒരു 20 മിനിറ്റ് ബസ്സിന് പോകണം മൂസാ നബിൻ്റെ ഖബറുള്ള സ്ഥലത്തേക്ക്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബസ്സിൽ 20 മിനിറ്റ് ഇരുന്നിക്കണം ആ ഭാഗത്ത് എത്താൻ. അത്രയും സ്ഥലത്ത് പാതിരാക്ക് റസൂലുള്ള സിയാറത്തിന് പോയല്ലോ. എന്നിട്ട് ആ സിയാറത്ത് നട്ടപ്പാതിരാക്ക് ചെയ്തപ്പോൾ എന്താ ഉണ്ടായത്? റഅയ്തു മൂസ
യുസല്ലി ഫീ ഖബരിഹി ഖായിമാ. മുത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ള ചൊല്ലുമ്പം ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് മരിച്ച മൂസാ നബി നിന്ന് നിസ്കരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. നിങ്ങൾ ഇതെന്തേ? മരിച്ചു പോയാലും മഹാന്മാർക്ക് പവറുണ്ടെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? ദിഫായി ശേഖർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നില്ലേ, എന്നിട്ട് പറഞ്ഞില്ലേ, ഫി ഹാലത്തിൽ ബൂദി റൂഹി കുൻതു ഉർസുലുഹാ തുഖബ്ബിർ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്വായി ഖദ് ഹലർ ഖംദു യമീനക കൈ തുഹലാ ബിഹാ ശഫതി. ഞാൻ ബഗ്ദാദിൽ നിന്നാ വരുന്നുണ്ട്, ഞാൻ വെറുതെ ഒന്നും വന്നല്ല, എനിക്ക് എന്തോ ഗിഫ്റ്റ് കിട്ടണം. ഏതാ? നിങ്ങളെ കൈ നീട്ടിയും തരണം. എപ്പം? മുത്ത് റസൂൽ വഫാത്തായി 100-300 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ റിഫായി ശേഖ് വരുന്നത്. എന്നിട്ട് പറ നിങ്ങളെ കയ്യും നീട്ടി തരണം, അത് ചുംബിക്കാതെ കുഞ്ഞായ്മതാണ് പോകൂല. റസൂല നീട്ടി കൊടുത്തില്ലേ? ഇതല്ലേ നമ്മളെ വിശ്വാസം. സുന്നത്തുമാത്തിന്റെ ഉമർ ഖാലി ചെന്നിട്ട് റസൂലിനോട് ചോദിച്ചില്ലേ? ഉമർ ഖാലി ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ ആളല്ലേ. റസൂലുള്ളാഹി വാതിൽ പൂട്ട് തുറന്നിട്ട് ഉമർ ഖാലിക്ക് ഉള്ളിക്ക് സമ്മതം കൊടുത്തില്ലേ? ഇതല്ലേ നമ്മുടെ വിശ്വാസം. ഇതാ സുന്നി വിശ്വാസം. മുജാഹിദ് അത് സമ്മതിക്കൂല, ജമാഅത്ത് ഇസ്ലാമി സമ്മതിക്കൂല, ഖാദിയന് സമ്മതിക്കൂല, തബ്ലീഗും സമ്മതിക്കൂല. അതിന്റെ തെളിവാണ് ഞാൻ വായിക്കണത്. തബ്ലീഗിന് എന്താ കുഴപ്പം? മുജാഹിദിന് എന്താ കുഴപ്പം? ജമാഅത്ത് എന്താ കുഴപ്പം? സെയിം കുഴപ്പം തബ്ലീഗ്. കേട്ടോളൂ ജവാബ്. ഒരു ചോദ്യത്തിന് മറുപടിയാണ്. ഖുബൂർ സേ ഖബറിന് ചെന്നിട്ട് ഈ നിലക്ക് ചോദിക്കുക, അയേ സാഹിബേ ഖബർ, ഓ ഖബറിൽ കിടക്കുന്ന മഹാനെ, ഈ സ്ത്വരഖ് മേരാ കാം കർ ദേ തോ, നിങ്ങൾ ഇന്ന പണി ഇന്ന സഹായം എനിക്ക് ചെയ്തു തരണം. ഏർവാടി ബാദുഷാ തങ്ങളോട്, അജ്മീർ ഖാജാ തങ്ങളോട്, മടവൂർ ഷെയ്ഖിനോട് ഒക്കെ ഇന്ന വൻ പറഞ്ഞു തന്നാൽ ഹറാം ഓർ ശിർക്ക് ബിൽ ഇത്തിഫാഖ് ഹേ, അത് ഹറാമും ശിർക്കുമാകുന്നു. ഇസ്ലാമെന്ന് പുറത്തു പോണ കാര്യമാണ്, ജാതി എന്നാണ് പുറത്തു പോകുന്നത്. എന്താ തബ്ലീഗിന് കുഴപ്പം? അപ്പം നിങ്ങൾ അതിപ്പോൾ അങ്ങനെ എന്താ കേൾക്കണം? നിങ്ങൾ ഇത് ഏതെങ്കിലും ഔലിയൻ്റെ ഖബറങ്ങ് മാത്രമല്ല, ഒരു ഷെയ്ഖിൻ്റെ ഖബറങ്ങ് മാത്രമല്ല, മുത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ് എന്നാണ്. ഇതേ കിതാബ് അപ്പം ഞാൻ വായിച്ച 111 ഇനി 62-ാമത്തേതാണ് എൻ്റെ ഓർമ്മ. 62-ാമത്തെ പേജിൽ ഇതേപോലെ റസൂലുള്ളാഹി തങ്ങളോട് ചോദ്യം കേട്ടോളി. യാ റസൂലല്ലാ, दूर से या नजदीक ഖബർ ഷരീഫ് സെ പുക്കാർന ജായിസ് ഹേ യാ നഹി. ഒരാൾ ദൂരെ നിന്ന് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു. നമ്മളെ ഉവൈസിന്റെ ഒക്കെ ബുർദല്ലേ പാകിസ്ഥാനി, അയാള് പുക്കാരോ യാ റസൂലല്ലാഹ്, ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ വിളിക്കടാ അല്ലാഹു റസൂൽ എന്നാണ് പറഞ്ഞതിന്റെ മാനം. അതാ പുക്കാർന. അപ്പൊ ഇവിടെ തിരുരങ്ങാടിയിൽ വെച്ചിട്ടോ ചെമ്മാട് വെച്ചിട്ടോ ഒരാൾ വിളിച്ചു മലപ്പുറത്ത് നിന്ന് യാ റസൂലല്ലാഹ് അങ്ങനെ വിളിച്ചു. അല്ലെങ്കിൽ ഞാൻ നസ്ദീഖ് ഖബർ ഷരീഫ് സേ, മദീനത്തെ റസൂലുള്ളാഹിന്റെ ജാർത്തങ്ങ് നേർക്കുനേരെ ചെന്ന് അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, ഉമർ ഖാലി വിളിച്ച മാതിരി ആണ് വിളിച്ചു. യാ നായിസ് ഹേ യാ നാജായിസ് ഹേ, ശരിയാണോ അല്ലേ എന്നാ ചോദ്യം. ജവാബ് കേട്ടോളി. എന്താ കുഴപ്പം? പെണ്ണുങ്ങളെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ മുത്തനബിനെ പോലും വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇവരെ താടി വൈക്കോലുണ്ടൻ്റെ അത്ര നീളുണ്ടായിട്ട് വലിയ കാര്യമുണ്ടോ? തലീക്കെട്ടിന്റെ പോലെ 5 കിലോമീറ്റർ അപ്പുറത്തായിട്ട് കാര്യമുണ്ടോ? കേട്ടോളി മറുപടി. അംബിയ അലൈഹിസ്സലാത്തു വസ്സലാം കോ ഇൽമെ ഗൈബ് നഹീ തോ, അവിടെ ഒരു പടി, അള്ളാന്റെ റസൂലിന് മറഞ്ഞ കാര്യം അറിയില്ല എന്ന് വെക്കുമ്പോൾ അതന്നെ തെറ്റ്. യാ റസൂലല്ലാ പുക്കാർനാ ബി നാ ജായിസ് ഹോഗാ, യാ റസൂലല്ലാഹ് മുത്തനബിയെ അയ നബി അങ്ങനെ വിളിക്കാൻ തന്നെ പറ്റൂല. അഗർ അഖീദ കർക്കെ കഹേ, ഇനി ഇങ്ങനെ ഒരാൾ വിശ്വസിച്ചു വിളിക്കുന്നു വെക്ക, ഓ ദൂർസേ സുൻതേ ഹേ, നമ്മള് മൂന്നിയൂര് ചനക്കല പള്ളിന്ന് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹൈലതി എന്ന് ഞാൻ ഇവിടെ വെച്ച് വിളിച്ചാൽ മദീനത്തെ പള്ളി അത് കേൾക്കുമ്പോ സബേ ഇൽമെ ഗൈബ് റസൂലുള്ളാഹിക്ക് അത് അറിയാനുള്ള കഴിവുണ്ട്, അല്ലാഹ് അത് കൊടുത്തിട്ടുണ്ട്. എന്റെ വിശ്വാസത്തോടെ വിളിച്ചാൽ അവൻ മതത്തുനിന്ന് പുറത്താകുന്ന കുഫ്രിയത്ത് ചെയ്തവനാകുന്നു. ആലോചിച്ചോളിങ്ങൾ മുതിശേഖടക്കട്ടെ.
അമ്പർത്ത് പപ്പട നിൽക്കട്ടെ, ബദരീങ്ങൾ നിൽക്കട്ടെ, അള്ളാന്റെ റസൂലിനെ നമ്മളെ ചരക്കലങ്ങാടി എന്ന് വിളിച്ചാൽ, നമ്മളെ വീട്ടിൽ മുത്തനബി എന്ന് വിളിച്ചാൽ, അള്ളാന്റെ റസൂൽ അത് കാണും, അത് കേൾക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വിളിച്ചതെങ്കിൽ ഇസ്ലാമിന് പുറത്തു പോകുന്ന കുഫ്രിയത്താകുന്നു അവൻ ചെയ്തത്, ഷിർക്കാകുന്നു ആ ചെയ്തത്. എങ്ങനെ ആ പ്രജാതി? പിന്നെ ഇവരെങ്ങനെ അത്തയ്യാത്തൂത, ഇവരെങ്ങനെ സ്വലാത്തിന് കൂടുക, ഇവരെങ്ങനെ കുത്തുബിയത്ത് ചെല്ല, പിന്നെ എന്ത് സുന്നിയ സുന്നി സുന്നി എന്ത് സുന്നി അവൻ ഇല്ല, സുന്നിസം ഇല്ല. ഇതൊന്നും ഞാൻ ഈ പറഞ്ഞ 12 ദിവസം കൊണ്ട് തക്കാളിയും മല്ലിച്ചപ്പും പൊതിയനും കസ്കസും ബിരിയാണിൻ്റെ അരിയും ജോക്കറും ബാലാജിയിട്ട് നടക്കണമെന്നൊന്നും തിരിയില്ല. അത് ഇങ്ങനെ ചില ആൾക്കാർ ഹരത്തിന് പോകാനാ. ഞാൻ തെബിലിക്കൊന്നല്ല ഉസ്താദെ, ഓലപ്പം പോയ നാട് കുറേ കാണാം, പിന്നെ ഫുഡ് കുറേ കഴിക്കാം, പോലീസ് കുടിച്ചുമ്പോൾ കൊടുക്കും. അതാ ഞാൻ പറഞ്ഞത്, കള്ളന് ടോർച്ചടിച്ചു കൊടുത്തവനും കള്ളനാണ്. അപ്പൊ കണ്ട ഞങ്ങള് തിരുവനന്തപുരത്ത് ഒരു ചെങ്ങായി കൊന്ന്, ഒറ്റ ചെങ്ങായി കൊന്ന്, അപ്പൊ 1-ാം പ്രതി ഉമ്മയാണോ? അത് കേട്ടില്ല? 7 ആളെ കൊന്നില്ലേ കുടുംബത്തിലെ? കൊന്നതൊരു ചെങ്ങായിയാണ്, പക്ഷെ നോക്കുമ്പോ 1-ാം പ്രതി ഉമ്മയാണ്. എന്തായിക്കോട്ടെ വിഷയം, ഇങ്ങനെ അള്ളാന്റെ കോടതിയിലും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ജാതിയാന്ന് അറിഞ്ഞിട്ടവരെ കൂടെ പോയാൽ പോയി കുടുങ്ങണ കൊടുക്കാത്. മാത്രമല്ല ഇതിൽ വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങള്, റസൂലുള്ളാഹി തങ്ങൾക്ക് മറിഞ്ഞ കാര്യം അറിയില്ല എന്ന് വെക്കുമ്പോൾ അതും സുന്നിസല്ല. സുന്നിയുടെ വിശ്വാസപ്രകാരം എല്ലാ അമ്പിയാക്കന്മാരും മറിഞ്ഞ കാര്യം അറിയുന്ന നമ്മള് വിശ്വാസം. വൈദ്യശേഖരൻ അറിയുന്നല്ല നമ്മളെ വിശ്വാസം. ഉപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞാ നിങ്ങടെ കൽഭാഗം എന്നോവർ റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാത്തിൻ യാ അല്ലാഹ്. നമ്മളെ വിശ്വാസം വൈദ്യശേഖരൻ മറിഞ്ഞ കാര്യം എന്നാ. വൈദ്യശേഖ് പോട്ടെ, ബഹുമാനപ്പെട്ട മടവൂർ ശേഖ് വൈബ് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞത് അല്ലാഹു ഉത്തരം ശരിയാക്കി കൊടുത്തിട്ടില്ലേ? എത്ര കുണ്ടൂർ ഉസ്താദ് പറഞ്ഞിട്ടില്ലേ? ഉള്ളവരൊക്കെ ദർജ കൊടുക്കട്ടെ അല്ലേ? ഇതൊക്കെ നമുക്കറിയാം. കുണ്ടൂർ ഉസ്താദിന്റെ എന്നെക്കാൾ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവൂലേ? നമുക്ക് കുറെ അനുഭവമല്ലേ കുണ്ടൂർ ഉസ്താദിന്റെ വിഷയത്തിൽ, സംഘടനാ രംഗത്തും അല്ലാത്തതും. വടകര ഒമ്പതാജിത്തങ്ങൾ അതുവരൊക്കെ ദർജ ഉയർത്തട്ടെ. ഇവരൊക്കെ മൈബത്ത് പറഞ്ഞിട്ടില്ല. നമ്മളെ വിശ്വാസം എന്താണ്? മസാല അബ്ദി ബിൻ നവാഫിലി യഖുറുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല വസംഅ മിൻഹു സുമ്മ ഐനം ബാസുറ ഐ മിസ്ല ദാലിക ഫിൽ മതാലിബി ഖർബലാ. അള്ളാഹുട്ട് അടുക്കുമ്പോൾ അള്ള മഴമാത്ത് അറിയിച്ചു കൊടുക്കും. അറിയണ കഴിവുണ്ടാവും. പെണ്ണുങ്ങളുണ്ടല്ലോ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ, എപ്പോഴും നിങ്ങൾ ഈജിപ്ത് പോയി നോക്കാണി, 1 മണിക്കൂർ നിൽക്കുമ്പോഴേക്ക് എത്ര മയ്യത്തവിടെ വന്ന് പോകണമെന്നുള്ളത്. എന്തേ? ഷാഫി ഇമാമിന്റെ മരണം നേരെ പ്രവചിച്ചില്ലേ നഫീസത്ത് ബിവി? അന്ന് ബീഗുണത്തിനോതും തേട്ടമിൽ പകരത്തെ അഹദവല്ലിക്കാനവർക്ക് കാട്ടിടട്ടുത്തേ. ഷാഫി ഇമാമിന്റെ മരണം അടുത്തിട്ടുണ്ട് എന്ന് ആരാ പറയണത്? നഫീസത്ത് മിസ്രി റളിയല്ലാഹു അൻഹ അറിയല്ലേ? മടവൂർ ഷെയ്ഖിന്റെ അടുത്ത് എന്നിട്ട് AP ഉസ്താദ് വിദേശത്ത് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ എന്തേ പറഞ്ഞത്? അത് വേണ്ട, ശനിയാഴ്ച കഴിഞ്ഞിട്ട് പോകാം. എടുത്ത ടിക്കറ്റ് AP ഉസ്താദ് ക്യാൻസൽ ആക്കിയില്ലേ? ആ വെള്ളിയാഴ്ച രാവിലെ CM വഫാത്താണ്, പിറ്റത്തെ ചൊവ്വാഴ്ച AP ഉസ്താദ് പോണ്. അന്ന് ദീർഘായുസ്സട്ടെ. ഇത് നമ്മളെ സുന്നത്തമായത്തിന്റെ വിശ്വാസപ്രകാരം മഹാന്മാർക്ക് മറിഞ്ഞ കാര്യം അറിയും. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന് മാത്രം വഹാബികൾ ഓതുന്ന ആയത്ത് പകുതി കട്ടിട്ട് ഓതുകയാണ്. ഒരാക്കിൽ പുറത്ത് പിന്നെ ബാക്കി ഓതുന്നില്ല. നിങ്ങൾ അതുപോലെ ഓതൂല. അപ്പൊ വൈബ് അറിയുന്ന നബിയാ നമ്മളെ നബി. ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം ആകെ വിഷമിച്ചിരിക്കുക. കാരണം 300 ചില്ലാനും സ്വാപത്തറിഞ്ഞപ്പോ അപ്പുറത്തുള്ള ആയിരക്കണക്കിന് ശത്രുക്കളാണ്. നമ്മളെ കയ്യിൽ ആയുധമല്ല, ശേഷിയില്ല, സേമിഷിയില്ല, തകർന്ന മനസ്സാണ്, തളർന്ന ശരീരമാണ്. ആ സമയത്ത് റസൂൽ വിളിക്കുന്നു, താൽ ഹദാ മസ്റഫുലാൻ, ഹദാ മസ്റഫുലാൻ, ഹദാ മസ്റഫുലാൻ. അബൂജഹൽ അവിടെ വീഴും, ഉത്ബത്ത് ഇവിടെ വീഴും, ഷൈബത്ത് അവിടെ വീഴും. ആജാനുവാക്കുകളാകുന്ന പ്രധാന ശത്രുക്കൾ ചത്തു വീഴുന്ന തലേ ദിവസം റസൂൽ പറഞ്ഞത് ഐബല്ലെങ്കിൽ പിന്നെ തേങ്ങാ കൊലയാ. ആലോചിക്കുമ്പോൾ ഇതല്ല വൈബ് കാര്യമാണിത്. ആ വൈബ് റസൂലുള്ളാഹി തങ്ങൾക്കില്ല എന്ന് തെബിലികാരൻ വിളിച്ചാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് 100 വട്ടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ തെബിലീഗുകാരന്റെ വിശ്വാസം ശരിയല്ല. ഈ പറഞ്ഞ വിഷയത്തിൽ നേർക്കുന്ന ചോദിക്കാനും പറ്റൂല. ഇത് കുറെ ഞാൻ പറഞ്ഞപ്പോ അതിപ്പോ ഉറുദുങ്ങൾ കോട്ടി മാട്ടുകയാണ്.
ഹേ ഹി ഹൂ എന്നൊക്കെ പറഞ്ഞ് വായിച്ചു കണ്ട് ഉറുദു കോട്ടി വാട്ടുകയാണ്. അപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്തത്, കൊല്ലം ജില്ലയിൽ ഞാൻ പരിപാടിക്ക് പോയി. തബ്ലീഗുകാർ നല്ലോണം മുടക്കാൻ നോക്കിയ പരിപാടി. ഒരു വണ്ടി പോലീസൊക്കെ ഉണ്ടായി. ഞാനും ആ ബോംബ് മൗലവിയും കൂടെ പോയത്. അപ്പം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്ഥാപനം, തബ്ലീഗിൻ്റെ സ്ഥാപനം ഉണ്ട് അവിടെ, ദാറുൽ ഉലൂം. അവരൊക്കെ പുസ്തകം എനിക്ക് കിട്ടി. മുസീബത്തുൽ മുസ്ലിമീൻ അല്ല, നസീഹത്തുൽ മുസ്ലിമീൻ. സംഗതി അങ്ങനെ വായിക്കണതൊക്കെ പറഞ്ഞാൽ അങ്ങനെ നസീഹത്തുൽ മുസ്ലിമീൻ. ഈ പുസ്തകം എടുത്തു നോക്കുമ്പം ഈ ഉറുദുവിൽ നാവേ പെരുമ്പുളിയും കൂട്ടുന്ന നാവല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പം ഈ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ ഇതിൽ അതേ ആശയം പറയുന്നുണ്ട്. ഇതിൻ്റെ 12ാമത്തെ പേജ് ഞാൻ വായിച്ചു കേട്ടോ. ഇതിൻ്റെ 12 സഹായം തേടലും കാര്യങ്ങളെ അർപ്പിക്കലും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. മറ്റാരോടും ഒന്നും ഇരക്കാനോ പ്രതീക്ഷിക്കുവാനോ പാടില്ല. അത് നബിയായാലും വലിയായാലും ഷഹീദായാലും ശരി. ഞെത്ത മുജാഹിദാകാൻ ബാക്കി, ഇഞ്ഞെന്താ ജമാഅത്താകാൻ ബാക്കി? ഇതെന്നെ മുജാഹിദും പറഞ്ഞു, ഇതിൻ്റെ ജമാഅത്ത് സാഹിബ് പറഞ്ഞു. ഒരു താടിയും തൊപ്പി അറാക്കും കഴിച്ചാൽ ബാക്കിയൊക്കെ മുജാഹിദ് തന്നെയാണ്, ബാക്കിയൊക്കെ ജമാഅത്ത് തന്നെയാണ്. നെല്ലിക്കുതുസ്ഥാന് തറച്ചല്ല ഊട്ടി കൊടുക്കട്ടെ. നെല്ലിക്കുതുസ്ഥാർക്കും പറഞ്ഞിരുന്നു, മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട് ചീത്തന്മാർ എന്ന് പറഞ്ഞ പോലെ മൂല്യര് വേല പറഞ്ഞപ്പം. മനുഷ്യന്മാരെ കൂടുതൽ ചീത്തന്മാരുണ്ട്. അതിന് തല തിരിഞ്ഞ് ചങ്ങായി സാഹസെന്ന് അതെങ്ങനെ മൂല്യരെ തിരിച്ചറിയാ വെച്ചാൽ അയാൾ വെറുതെ ഊക്കൂട്ടി പറഞ്ഞതാ. അപ്പൊ അത് ചോദിച്ചു കണ്ട് അടങ്ങാറൊക്കെ ചില ആൾക്കാരുടെ പോലും അങ്ങനെ വെറുതെ ചോദിക്കുക. വ്യത്യാസമുണ്ട്. മനുഷ്യനാകുമ്പം മൂക്കും മൂറും ചുണ്ടൊക്കെ മുന്നിക്കുണ്ടാകുക, മനുഷ്യന്മാരെ കൊടുത്ത് ചെയ്ത്താനാകുമ്പം അതൊക്കെ ബേക്കിലുണ്ടാകുക. പിന്നെ വല്ല മാറ്റമുണ്ടോ ചോദിച്ചു. മനുഷ്യന്മാരാകുമ്പോൾ പള്ളിയും പോലെയും പൂക്കളൊക്കെ മുമ്പൊക്കെ ചെയ്ത്താനാകുമ്പോൾ അത് ബേക്കൊന്നാണ്. പിന്നെന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. മനുഷ്യന്മാരാകുമ്പോൾ മുട്ടുംകാലും പാതൊക്കെ മുന്നിക്കുണ്ടാകുക, ചെയ്ത്താനാകും ബേക്കാവുന്നതാണ്. അപ്പം ഈ ചോദിച്ചോൻ പറഞ്ഞു, അപ്പം മനുഷ്യനാണ് തിരിഞ്ഞെന്നാ ചെയ്ത്താനാകുമോ ചെയ്യാറ് എന്തൊക്കെ മുന്നിക്കാവുമ്പോൾ എന്ന് പറഞ്ഞ ആ താടി തൊപ്പൻ ഒഴിവാക്കി വെച്ച ജമാഅത്ത് തന്നെ, മുജാഹിദ് തന്നെ. ഇത് തബ്ലീഗ് അറിയൂല. തബ്ലീഗ് എന്താണെന്ന് അറിയാതെ കൂടിയതാണ്. അങ്ങനത്തെ ആളുകൾക്ക് പറ്റിയ അബദ്ധം ഞാൻ പറയുന്നത് ഇനി തീർന്നിട്ടില്ല. ഇതിന്റെ തന്നെ 19ാമത്തെ പേജ് കെട്ടുളിയും വായിച്ചു തരാം. അഥവാ യഥാർത്ഥ വിശ്വാസികൾ യാ മുഹമ്മദ് യാ അലി യാ അലി യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നവർ അല്ലെന്നും എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണെന്നും ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നു. അപ്പൊ പോട്ടെ, ബദ്രീകൾ പോട്ടെ, യാ മുഹമ്മദ് എന്ന് പോലും വിളിക്കാൻ പാടില്ല. പച്ച മലയാളത്തിൽ അപ്പം എഴുതിയത്. തബ്ലീഗിൽ എന്താ കുഴപ്പം? ഒന്നുമില്ല. അച്ഛൻ തെങ്ങുമെന്ന് വീണ് എന്തേ മാനെ ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടേ. പിന്നെന്താ തെരഞ്ഞു നോക്കണം? അല്ല, അച്ഛൻ്റെ തല കാണാമല്ല, അത് നോക്കുക. ഒന്നും പറ്റിയിട്ടില്ല, അച്ഛനൊന്നും പറ്റിയിട്ടില്ല, തല അല്ലാതെ ഉള്ളൂ. നിങ്ങൾ തീർന്നിട്ടില്ല. ഇതേ ഗ്രന്ഥത്തെ തന്നെ പിന്നെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാർക്കൊന്നും വഴിപറിയില്ല. അതുപോലത്തെ മൊയ്തീശകന് വേണ്ടിയിട്ട് നേർച്ച വെക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം പേച്ചു വിശ്വാസങ്ങൾ ഈ മലയാള ബുക്കിലും പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അള്ളാന്റെ റസൂലിനെ വിളിക്കാൻ വരെ പറ്റൂല, ഉദ്ദേശിക്കനെ വിളിക്കാൻ പറ്റൂല. എൻ്റെ ഒക്കെ പുറമെ നമ്മളും മുജാഹിദും തമ്മിൽ തർക്കത്തിൽ നിൽക്കുന്ന വേറെ വിഷയമാണ് ഇപ്പൊ മൗലൂദ്. മൗലൂദ് ഓതുന്നതിനെ കുറിച്ച് നല്ല ചോദ്യം 2 സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. 131ാമത്തെ പേജ് അതിൽ ശരിക്കും ചോദിച്ചപ്പോൾ മറുപടി പറയുന്നുണ്ട്. മൗലൂദ് ഫാത്തി ഓടുന്നത് വേറുണ്ട്. 131 മൗലൂദ് ഓതാൻ പറ്റുമല്ലേ, നിബിദിനാഘോഷം നടത്താൻ പറ്റുമല്ലേ? അപ്പൊ മുജാഹിദ് ജമാഅത്തും കൊടുക്കുന്നത് മറുകെട്ടുള്ളി ഇന്നിക്കാതെ മജ്ലിസെ മീലാദ് മൗലൂദിന്റെ സദസ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ദുരുസ്തികെ യാ നഹി, ശരിയോ തെറ്റോ? അപ്പൊ മറുപടി താരങ്ങള് ഇന്നിക്കാതെ മജ്ലിസെ മൗലൂദ് ഹർ ഹൽ നാ ജായിസ് ഹേ, ഒരു നിലക്കും അനുവദനീയല്ല. ഞാൻ മുജാഹിദാകാൻ ബാക്കി, ഞാൻ എന്താ ജമാഅത്താകാൻ ബാക്കി? അപ്പൊ നിങ്ങൾ പറയും അല്ലേ അങ്ങനെയല്ല, അപ്പൊ തബ്ലീഗുകാരൊക്കെ മൗലൂദ് കൂടുണ്ടല്ലോ. അത് നമ്മളെ ഏറിട്ട് കൊടുക്കണമായിരിക്കാം. മീൻ പിടിച്ചാൽ പോകുന്ന ആൾക്കാർ എന്താ ചെയ്യല്? ചൂണ്ടൽമ കുത്തിക്കാണ്ട് ഇട്ട് കൊടുക്കും. വലിയ ദീപാരോട് ചോദിച്ചു നോക്കാം, നിങ്ങൾ ചാള പിടിച്ചാൽ പോകുമ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. വലിയ മീനെ പിടിച്ചാൽ എന്താ ചെയ്യുക ചോദിച്ചു നോക്കി. നിങ്ങൾ ചെറിയ മീനെ പിടിച്ചിട്ട് ഇട്ട് കൊടുക്കും. ഇട്ടല്ലേ സൂര്യ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ
എന്നിട്ട് എന്താ ചെയ്യുക, കൊത്തിയ പതുക്കട് വലിക്കും. അപ്പൊ ഈ മീട്ട് കൊടുക്കണം എന്തിനാ നിങ്ങള്? ഓരെ സ്നേഹിച്ചിട്ടല്ല, ഓരോ കിട്ടാൻ വേണ്ടിയാണ്. ഇതേപോലെ പെട്ടെന്ന് പള്ളിക്ക് ചെന്നു. ഒരു പള്ളിക്ക് കെട്ടുമാറപ്പം മറുപടി വന്നപ്പോ ഇവിടെ മൗലൂദ് ഓതുകയാണ്. അവരപ്പുറത്തും ചോറുണ്ടാക്കുമ്പോൾ വല്ലാക്ക ചോദിക്കും, അല്ല നിങ്ങൾക്ക് ഇതൊന്നും ബാധകല്ലേ, മൗലൂദ് ഓതാൻ പറ്റൂല, അത് തെറ്റാ. എന്നാ പിന്നെ സമസ്തന്റെ തീരുമാനത്തിന്റെ ആവശ്യമുള്ള ചട്ടിയും മക്കളും ഒന്നായിട്ട് അടക്കണമെങ്കിലും വോട്ടുക്ക് എത്തും. അപ്പൊ സുന്നിപ്പള്ളിക്ക് പോയാല് പതുക്കെ മൗലൂദിലൊക്കെ കൂടും, സുന്നി പള്ളിയിൽ പോയാല് മരിച്ച ദിക്റിനൊക്കെ കൂടും. പക്ഷേ ഓൾക്ക് ഇങ്ങനെ ആധിപത്യം കിട്ടി വന്നാലോ ഒറ്റ ഒഴിവാക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ ആദ്യമായി തബ്ലീഗ് ജമാഅത്ത് തുടങ്ങുന്നത് 952 17 തബ്ലീഗ് ഉണ്ടാക്കി കേരളത്തിൽ വരുന്ന 52 സമസ്ത തീരുമാനം എടുക്കുന്ന 65 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. സമസ്ത നല്ലോണം ആലോചിച്ച് ഇരുന്ന് അതിനെപ്പറ്റി പരാതി വന്ന് പഠിച്ചിട്ടാണ് എന്താക്കിയത്, തബ്ലീഗ് പേച്ചാൻ തീരുമാനമാക്കി. അപ്പൊ അന്ന് തബ്ലീഗ് ജമാഅത്ത് ഫസ്റ്റ് വന്ന തൊടുപുഴ ജുമുഅത്ത് പള്ളി സുന്നിപ്പള്ളിയിൽ ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ ഞാൻ തബ്ലീഗിന് തീർത്ത്. അപ്പൊ അവിടെ നിന്ന് ഒരു എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവന്മാര് വരുന്നതിന്റെ മുമ്പ് എല്ലാ അറബി മാസം 11 അവന് റാത്തീബ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ ദിവസവും ഹദ്ദ് ചെല്ലാറുണ്ടായിരുന്നു. മാത്രമല്ല റബീഉൽ അവ്വലക്ക് നല്ല മൗലൂദ് നടന്നിരുന്നു. ഇവന്മാർ ആധിപത്യം വന്നതിന് ശേഷം റാത്തീബും ഇല്ല, ഹദ്ദാദും ഇല്ല, മൗലൂദും ഇല്ല. ഇപ്പൊ ജുമാ പ്രസംഗത്തിൽ മൗലൂദിനെ നിശിതമായി വിമർശിക്കുന്നുണ്ടോ ഉസ്താദേ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ ഒരു സ്മരണിക എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞെന്താ, നിങ്ങളൊരു പഠനം നടത്തിക്കോളി. ഇപ്പൊ തബ്ലീഗിന്റെ പള്ളികൾ കേരളത്തിൽ എവിടെയൊക്കെയുണ്ട്? താനൂർ പോലീസ് സ്റ്റേഷന്റെ ബേക്കിൽ പള്ളിയുണ്ട്, കോഴിക്കോട് മസ്ജിദ്, കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യ സ്മാരകത്തിന് തൊട്ട് മുമ്പിൽ ഒരു പള്ളിയുണ്ട്, മഞ്ചേരിയിൽ വേട്ടേക്കോട് ഒരു സ്ഥാപനമുണ്ട്, പള്ളിയുണ്ട്, മഞ്ചേരി കോഴിക്കോട് റോഡിൽ ഒരു പള്ളിയുണ്ട്, നിലമ്പൂരിൽ ഇവർക്ക് ഉള്ളോട്ട് പോയിട്ട് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്. ഇതൊക്കെ പഠനം നടത്തി. പിന്നെ ജമിയത്തുൽ കൗസരിയ പള്ളിയുണ്ട്, ചേർത്തലിൽ പള്ളിയുണ്ട്, ഈ പള്ളി ഇതുപോലെ മാഹി തലശ്ശേരി ഉള്ളോട്ട് പോയിട്ടൊരു പള്ളിയുണ്ട്. ഇവിടൊക്കെ ഞാൻ പോയ സ്ഥലം. ഈ പള്ളികളിലൊന്നും റബീഉൽ അവ്വൽ അറിയുന്നേ ഇല്ല. കാട്ടുകോയ്ക്ക് എന്ത് ഓണവും ചങ്കരാന്തി, ഇവർക്ക് റബീഉൽ അവ്വലും ഇല്ല, ഖുതുബിയത്തും ഇല്ല, മൗലൂദും ഇല്ല എന്നല്ല. ഇപ്പൊ അടുത്ത് വരെ ഇറക്കിയ ഒരു 35 ദിവസം ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് തബ്ലീഗർ ഇറക്കിയ പുസ്തകം ദൈവബന്ധ് പണ്ഡിത നവോത്ഥാന ശില്പികൾ എന്ന് പറഞ്ഞു. ഇതിനേക്കാൾ തടിയും പണ്ടുള്ള സാറിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു പേജ് വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. അതിൽ വ്യക്തമായി തന്നെ മൗലൂദിനെ കുറിച്ചിട്ട് അവർ പറയുന്ന വാക്ക് കേട്ടോളി. പച്ചമലയാളത്തിൽ ഇത്തരം മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി പറഞ്ഞു, ഇത്തരം സദസ് നബിയുടെ കാലത്തോ സ്വഹാബത്തിൻ്റെയോ താബികളുടെയോ താബികളുടെയോ മുജ്തഹിദുകളെ ഇമാമിങ്ങളുടെയോ കാലത്തോ ഉണ്ടായിരുന്നില്ല. ഇതിനെ ആദ്യമായി കൊണ്ടുവന്നത് ഹിജ്റ 600 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തെ ചരിത്രകാരന്മാർ അധികവും ഫാസിഖ് എന്ന് എഴുതിയിരിക്കുന്നു. ആകയാൽ ഈ സദസ്സ് ബിദ്അത്താണ്. തബ്ലീഗിന്റെ അടിസ്ഥാന വിശ്വാസം പച്ചീലൊരു പറഞ്ഞു. മുജാഹിദ് പറയും പോലെ തന്നെ, ജമാഅത്ത് പറയും പോലെ തന്നെ. പിന്നെ കൂടണതോ അത് ഞാൻ പറഞ്ഞ പോലെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ കൂട്ടിയിട്ട് നമ്മൾ ചൂണ്ടലിടുന്ന സമയത്ത് ഇര കോത്ത് കൊടുത്താൽ മീൻ കൊത്തും. അപ്പൊ ഒന്നും കൂടി ആദ്യം 12 ദിവസത്തെ പോക്ക്, പിന്നെ 24 ദിവസത്തെ പോക്ക്, പിന്നെ 40 ദിവസത്തെ പോക്ക്. ഇര ഏളമ്മ കുടുങ്ങി കണ്ട അപ്പൊരൊറ്റ വലിയാണ് അഹദനാകും ഭാഗത്ത. അപ്പോഴൊക്കെ തബ്ലീഗ് ഉറച്ചിക്കണം, പിന്നെ സുന്നിക്ക് വരൂല. അതുവരെയൊക്കെ എന്താ ഇല്ലെങ്കിൽ നിങ്ങൾ പറയും. ഈ തബ്ലീഗിന് പോണ ആൾക്കാർ ചോദിക്കുന്നത് വിലവലും പൂകോലും പോകുമ്പോൾ 2 ജോഡി കള്ളിത്തുണി വേണം, പിന്നെന്താ വേണ്ട തലകെട്ട് വേണം, അറാക്കിൻ്റെ കുറ്റി വേണം, സോപ്പ് വേണം, പൗഡർ വേണം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഫലായിലിൻ്റെ കിതാബ് വേണം. ആ കൂട്ടത്തിലൊരു മൗലൂദ് കിതാബ് നോക്കോ നിങ്ങൾ. തബ്ലീഗുകാർ മാത്രം ഒരുക്കുന്ന എവിടെയെങ്കിലും ഹദ്ദാദ് വെച്ചോ നിങ്ങൾ. തബ്ലീഗ് നേതാക്കന്മാർ വീട്ടിലെ പിന്നെ കുടിലിക്കലിലെ മൗലൂദ് ബാപ്പം മരിച്ചെടുത്ത് 40 വരെ നടത്തൂല. മരിച്ച 7ഉം 14ഉം ബൽക്കില്ല, 3 ബൽക്കില്ല. എൻ്റെ നാടിൻ്റെ അടുത്ത് കാരക്കുന്നടുത്തൊരു മാമാജി മരിച്ചു. ദീർഘകാലത്തെ പള്ളിൻ്റെ പ്രസിഡന്റാ. അങ്ങനെ മരിച്ച സമയത്ത് എന്ത് ചെയ്തു, വിവരം കിട്ടപ്പോൾ അവിടെ മുമ്പ് ജോലി ചെയ്തു പോയിരുന്ന മദ്രസ ഉസ്താദന്മാർ പലരും വന്നു. അങ്ങനെ ഉണ്ടാവുമല്ലോ. കാരണം ഈ ആചാര്യ അയാത്തുള്ള കാലത്ത് ഉസ്താദന്മാരൊക്കെ സ്നേഹിച്ചിട്ട് ചായപ്പൈസക്കിടക്ക് കൊടുത്തീന ആളാണ്. വന്നാൽ നമുക്കൊക്കെ ചെയ്യാമല്ലോ. എന്താ ഒന്ന് കുറച്ച് ഓതുക, യാശിനൊത്ത് വയർന്നു പോവുക, അങ്ങനെയാണല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, പോൽക്കാരൻ മേമാജി എന്നാ പറയല് കൈ കൊടുത്തത്തെ.
കുൽക്കര മാജി അല്ലേ, കുൽക്കര മാജി നാട്ടുകാരൻ അവരോട് അറിയാം. അപ്പം അങ്ങനെ എന്ത് ചെയ്തു പറയും നിങ്ങൾ ബന്ധു വെക്കും ഉസ്താദന്മാരൊക്കെ ഇങ്ങനെ ഓതൽ തുടങ്ങി. ഓതിയപ്പോൾ അയാളെ മകൻ തബ്ലീഗുകാരനാ. ഓൻ ജമാഅത്തിന് പോയത്. ജമാഅത്ത് കഴിഞ്ഞ് വന്നപ്പം ഭയങ്കര രംഗ. ബാപ്പാൻ്റെ അടുത്ത് ഖുർആൻ ഓതുക. അല്ലോ സഹിക്കാൻ കഴിയൂലല്ലോ. പറഞ്ഞത് വാപ്പ ഉള്ള കാലത്ത് നിങ്ങൾ കുറെ വേണ്ടാത്ത ചെയ്തെന്ന് നീ നടക്കൂല. ഓന്റെ വാപ്പാക്ക് ഖുർആൻ ഓതായിട്ട് നമ്മൾക്ക് വല്ല ചൊറിച്ചില്ല വിചാരിച്ചോ നിങ്ങൾ നിർത്തിച്ചു. മൗലൂദല്ല, കുത്തുബിയത്തല്ല, മരിച്ച വാപ്പാക്ക് വേണ്ടി ഖുർആൻ ഓതുന്നത് നിർത്തിച്ചു. അതിൻ്റെ ശേഷം ഞാനൊരു പരിപാടി വെച്ചു. ആമയൂരോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുപ്പരക്ക് വസ്ത്രങ്ങണങ്ങാടിയിൽ ഇതൊക്കെ വിശദമായിട്ടാണ് പറഞ്ഞു. അപ്പൊ തബ്ലീഗ് അനുഭവത്തിൽപ്പെടുമ്പോഴാണ് റബീഉൽ അവ്വലിന്റെ ആഘോഷത്തിനെ നന്നാക്കി വിമർശിക്കുന്നുണ്ട്. ഖുത്ബയിൽ ഒരു പ്രസംഗിക്കുന്നുണ്ട്. മരിച്ചെടുത്ത് ഓതാൻ അയക്കൂല. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ നിൽക്കില്ല. പുതിയ വരക്കൽ ഖത്തീബ് പ്രസംഗിച്ചിരുന്നു കൗസരി തലശ്ശേരിയിൽ. മരിച്ചതിൻ്റെ 3, 7, 14 ആണ്ടിനെയും നിശിതമായി വിമർശിച്ചിട്ട് ഞാൻ അതിന് വിട്ട് അയാൾ ക്ലിപ്പിട്ടിട്ടാണ് ഞാൻ മറുപടി പറയേണ്ടി വന്നു. അപ്പൊ ചുരുക്കത്തിൽ മൗലൂദില്ല, ഹദ്ദാദില്ല, റാത്തീബില്ല, കുത്തുബിയത്തില്ല, 3 ഇല്ല, 7 ഇല്ല, 14 ഒന്നുമില്ല.